മുണ്ടംവേലിയിൽ പുനരധിവസിപ്പിക്കപ്പെട്ട P&T അപ്പാർട്ട്മെന്റ്സിലുള്ളവർ ജീവിക്കുന്നത് സെപ്റ്റിക് ടാങ്ക് മാലിന്യത്തിന്റെ നടുക്ക്. നിർമ്മാണത്തിലെ അപാകത മൂലം കെട്ടിടത്തിലെ എല്ലാ ശുചിമുറികളും ചോർന്നൊലിക്കുകയാണ്. മഴക്കാലത്തിന് മുൻപ് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ GCDയെ ഉപരോധിക്കാനുള്ള ഒരുക്കത്തിലാണിവർ. ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ പേടിച്ച് വേണ്ടേ കിടക്കാനും ജീവിക്കാനും ഒക്കെ. കൊച്ചു പിള്ളേർ, രോഗികൾ എല്ലാം ഉണ്ട്. ഒരുപാട് ആൾക്കാരുള്ള 10-77 വീടുണ്ട്. അപ്പോൾ അത്രയും വീട്ടുകാരും ബുദ്ധിമുട്ട് സഹിച്ചാണ് കഴിയുന്നത്. വാനോളം പ്രതീക്ഷകളുമായാണ് ഇവർ ഗാന്ധിനഗറിലെ വെള്ളക്കെട്ടിൽ നിന്ന് 2 വർഷം മുൻപ് GCDയെ നിർമ്മിച്ചു നൽകിയ കെട്ടിട സമുച്ചയത്തിലേക്ക് മാറിയത്. ആദ്യ മഴയിൽ തന്നെ പ്രതീക്ഷകൾ വെള്ളത്തിലായി. കിടപ്പുമുറി, ശുചിമുറി, അടുക്കള തുടങ്ങി ഫ്ളാറ്റിന്റെ മുക്കുമൂലയും ചോർന്നൊലിച്ചു. 4 ചുറ്റും ബാത്റൂമിന്റെ ലീക്ക്. ഞങ്ങൾ കഴിക്കണ ഭക്ഷണത്തിലാണ് ഇത് വന്ന് വീഴണം. എത്ര നേരം ഞങ്ങൾ കൈകൊണ്ടോ തുണി കൊണ്ടോ തടസ്സം വെക്കും? ഈ പണിത് തന്ന ആൾക്കാർ ആരെങ്കിലും വീട്ടിൽ ഇങ്ങനെയാണെങ്കിൽ അവർ സമ്മതിക്കുമോ? ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറ്റിച്ചത്? ഞങ്ങൾക്ക് തരാന്നൊരു സെറ്റപ്പരി ആയിരുന്നെങ്കിലും നല്ലത് തന്നാൽ മതിയായിരുന്നു. ഞങ്ങൾക്ക് കയറി കിടക്കാൻ വേണ്ടി പറ്റിയാൽ മതി. ഞങ്ങൾക്ക് ഇത്രയും വലിയ ആഡംബരോ ഫ്ലാറ്റിൽ തന്നെ വേണമെന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വെള്ളം തങ്ങി നിന്ന് തുരുമ്പെടുത്ത് മേൽക്കൂര പൊളിഞ്ഞു വീണു തുടങ്ങി. 4 നിലകളിലായി 79 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. 400ഓളം പേർക്കായി സെപ്റ്റിക് ടാങ്ക് ഉള്ളത് പരിമിതമായ സ്ഥലത്തും. ദിവസവും 3-4 ലോഡ് സെപ്റ്റിക് ടാങ്ക് മാലിന്യമാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. അതിനാൽ സെപ്റ്റിക് ടാങ്കിന്റെ സ്ലാബ് എപ്പോഴും തുറന്നു കിടക്കുന്നു. ഇത് കാരണമുണ്ടാകുന്ന രോഗങ്ങളും അനവധിയാണ്. ഞങ്ങൾക്കിപ്പോൾ ആർക്കും ഉറങ്ങാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ മാനസികമായി തളർന്നിരിക്കണേ. ഞങ്ങൾ മെന്റലി വളരെ ടോർച്ചർ അനുഭവിച്ചുകൊണ്ടിരിക്കണേ. ഞങ്ങൾക്ക് ആർക്കും നിദ്ര കിട്ടുന്നില്ല. 2 വർഷമായിട്ട് ഇവിടെ രോഗികൾ വളരെ കൂടുതലാണ്. ഞങ്ങളുടെ ഇവിടുത്തെ മെഡിക്കൽ ഗ്രാഫ് എടുത്താൽ, ഇപ്പോൾ മെഡിക്കൽ റിപ്പോർട്ടിൽ ഒരു ഗ്രാഫ് എടുത്താൽ, ഞങ്ങൾക്ക് ഈ 2 വർഷം കൊണ്ട് ഇവിടുത്തെ രോഗികളുടെ എണ്ണം 25% മുകളിലേക്ക് പോയിട്ടുണ്ട്. ആസ്മാറ്റിക് പേഷ്യന്റുകൾ മാത്രം 24 പേരായി. ഹൃദയാഘാതം പുതിയതായിട്ട് ഇവിടെ വന്നതിന് ശേഷം സംഭവിച്ചിരിക്കുന്നത് എന്തോ ആയിക്കോട്ടെ, പക്ഷെ അത് ഞങ്ങളുടെ മെന്റൽ പ്രശ്നങ്ങളുടെ ആയിരിക്കും. ഞങ്ങൾക്ക് ഇവിടെ 4 പേഷ്യന്റ് ഉണ്ട്. ഇപ്പോൾ കൈകൊണ്ട് തൊട്ടാൽ അടർന്നു പോരുന്ന കോൺക്രീറ്റ് ആണ് കെട്ടിടത്തിന്റേത്. അടിമുടി ബലക്ഷയം ബാധിച്ച കെട്ടിടത്തിൽ ഇനിയും എത്ര നാൾ ജീവൻ പണയം വെച്ച് ജീവിക്കേണ്ടി വരുമെന്നാണ് ഇവരുടെ ചോദ്യം. പീസ് ആൻഡ് ട്രസ്റ്റ് എന്നാണ് മുണ്ടംവേലിയിലെ കെട്ടിട സമുച്ചയത്തിന് GCDയെ നൽകിയ പേര്. നേരത്തെ ഉണ്ടായിരുന്ന സമാധാന ജീവിതവും അധികാരികളിലുള്ള വിശ്വാസവും ഈ കെട്ടിടത്തിലെത്തിയ 2 വർഷം കൊണ്ട് ഇവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ക്യാമറാമാൻ ജിബിൻ ജോസഫിനൊപ്പം സൈഫുനിസ് ആലിയാർ, ന്യൂസ് മലയാളം, കൊച്ചി.